എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മളൊരു സാരി ഫോൾ അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ഇത് പലരും റിക്വസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുന്നത് വളരെ ഈസിയാണിത്. ആ കൂടി 7 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതേവേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇത് നോക്കുക, ഇതൊരു സാരി ഫോൾ മെറ്റീരിയലാണ്. അപ്പോൾ ഇതാ 2.5 മീറ്റർ നീളം, അതുപോലെ ഒരു 5 ഇഞ്ച് വീതിയുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡും ഉള്ളിലേക്ക് അവർ മടക്കി തയ്ച്ചിട്ടുണ്ടാവും ഓൾറെഡി ഇത് വരുമ്പോൾ. അപ്പോൾ ഇതിൽ നമ്മൾ ഇത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യണത് നോക്കുക. ഇതിൻ്റെ ഈ തല ഇങ്ങനെ ഉള്ളിലേക്ക് നമ്മളൊന്ന് മടക്കി വയ്ക്കുക. നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ 2 തലയും ഇതുപോലെ ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് മടക്കി ഉള്ളിലേക്ക് വയ്ക്കുക. എന്നിട്ട് അയൺ ചെയ്യുകയാണെങ്കിൽ അയൺ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം സാരി എടുക്കുക. സാരി എടുത്തിട്ട് സാരിയുടെ അകവും പുറവും നോക്കിയിട്ട് അതിൻ്റെ താഴെ സൈഡിൽ ആണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ അകവും പുറവും ഏതാണെന്ന് നിങ്ങൾ നോക്കിയതിന് ശേഷം അതിൻ്റെ അകവശത്ത് ആണ് നമ്മളിത് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നോക്കുക, നമ്മൾ ഈ എൻഡിൽ നിന്ന് ഒരു 6 ഇഞ്ച് വിട്ടിട്ടാണ് ഇത് അറ്റാച്ച് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വിടാതെയും അറ്റാച്ച് ചെയ്യാം, പക്ഷേ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒരു 6 ഇഞ്ച് വിട്ടിട്ടാണിത് അറ്റാച്ച് ചെയ്യുന്നത്. അതിനുശേഷം ഇത് നമ്മൾ കറക്റ്റായിട്ട് കമഴ്ത്തി വയ്ക്കുക. കമഴ്ത്തി ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ 2 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഈ സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്കി 2 സൈഡ് വരുന്നത് നമ്മൾ ഹെം ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മളിതിൽ ചെയ്യുന്നത്. വേറെ പ്രത്യേകത ഒന്നുമില്ല. ഇത് വളരെ ഈസിയാണ്. പക്ഷേ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുന്നത്, തയ്ക്കുമ്പോൾ ചുളിയാതെ നമ്മളിത് തയ്ച്ചെടുക്കണം. അപ്പോൾ നോക്കുക, 6 ഇഞ്ച് നമ്മളോട് മാർക്ക് ചെയ്യുക. 6 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് കറക്റ്റായിട്ട് മടക്കിയിട്ടുള്ള ഭാഗം കമഴ്ത്തി വയ്ക്കുക. കമഴ്ത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഈ തല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ. എന്നിട്ട് അവിടെ നിന്ന് ലോക്ക് ചെയ്ത് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്ത് തുടങ്ങുക. ഇനി നേരെ ഇതിൻ്റെ എൻഡ് വരെ നമ്മൾ ഈ സൈഡ് കറക്റ്റ് ചെയ്ത് പിടിച്ച് തയ്ച്ചു പോവുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ എൻഡ് കറക്റ്റ് അല്ലേ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് കറക്റ്റ് ചെയ്ത് നിങ്ങൾ തയ്ച്ചു പോവുക. 2 അഡ്ജും നമ്മൾ കറക്റ്റായി നിൽക്കണം, അല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് കയറി നിൽക്കും. അതധികം വലിച്ചു പിടിച്ച് തയ്ക്കരുത്. കറക്റ്റ് ആയിട്ട് ആ തുണിയുടെ ഒരു സ്ട്രെച്ചുള്ളതിൽ നിർത്തിയിട്ട് നിങ്ങൾ തയ്ക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അല്ലെങ്കിലാണ് കൂടുതൽ വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ തുണി എപ്പോഴും ചുളിഞ്ഞു പോവും. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ ഇത് പലർക്കും ചെയ്യാൻ പേടിയാണ്, പലരും ചെയ്യാറുമില്ല. പക്ഷെ ഇതൊക്കെ സ്റ്റിച്ചിങ് കടയിലൊക്കെ കൊടുക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നല്ല ചാർജ് തന്നെ ചെയ്യുന്നതാണ്. ചാർജ് ചെയ്യുന്നതിന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇത് ഒരു സൈഡ് നന്നായി ഹെം ചെയ്യണം, അതുപോലെ ഹെം ചെയ്തെടുക്കാനാണ് ഇതിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ ഹെം ചെയ്തെടുക്കുമ്പോൾ നമ്മൾ സാരി ചുളിയാതെ തയ്ച്ചെടുക്കുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്, വലിയൊരു പണിയാണ്. അപ്പോൾ ഇവിടെ ഇതുപോലെ അവസാനിപ്പിച്ചിട്ട് ഈ 2 എൻഡാണ് ഇനി നമുക്ക് ഹെം ചെയ്യാനുള്ളത്. അപ്പോൾ ഈ തലയ്ക്കിൽ ഒരു പിന്ന് ഇതുപോലെ ഒന്ന് കുത്തിവയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങേ തലയ്ക്കുന്ന നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്തിട്ട് പിന്നെ കുത്തിപ്പോരുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക. ചുളിയരുത്, സാരി ചുളിയരുത്, അതുപോലെ നമ്മുടെ ഈ സാരി ഫോളും ചുളിയരുത്. ചുളിയാത്ത രീതിയിൽ ഇങ്ങനെ കറക്റ്റായിട്ട് പിൻകുത്തി പോരുക. അപ്പോൾ ഈ സാരി ഫോളിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ചുളിയാതെ തയ്ക്കുക എന്നുള്ളത്. അതിനാണ് നമ്മൾ ഒരു സൈഡ് ഹെം ചെയ്തെടുക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം.
അപ്പോൾ ഇനി നമ്മൾ ഇത് കണ്ടില്ലേ, ഇതിൽ ഞാൻ ഈ മെഷീൻ്റെ ചവിട്ടിയിൽ ഇത് ഒന്ന് പിടിപ്പിച്ച് വെച്ചേക്കാണ്. കാരണം അതവിടെ ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, സാരി അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് നോക്കുക, ഇതുപോലെ തയ്ച്ചെടുക്കുക. ഞാൻ തയ്ക്കുന്ന കണ്ടില്ല, 2 വിരൽ കറക്റ്റായിട്ട് വെച്ച്, അല്ലെങ്കിൽ ഈ ഇടത്തെ കൈ നമ്മൾ കറക്റ്റായിട്ട് അതിൽ അമർത്തി വെച്ചിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കുക. അപ്പോൾ നമുക്ക് സാരി ചുളിയാതെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ പ്രഷർ ഫുഡിൽ ഞാൻ ഈ സാരി വെച്ചിട്ടുള്ള പോലെ വെക്കുകയാണെങ്കിൽ, മെഷീനിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളൊരു ടേബിളിൽ ഇട്ടിട്ടാണ് ഇത് തയ്ക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഇതുപോലെ തയ്ച്ചെടുക്കുമ്പോൾ നിങ്ങൾക്കത് വേഗം തയ്ച്ചെടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുളിയാതെ കിട്ടും ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ തയ്ക്കണത് ചുളിവ് വന്നു കഴിഞ്ഞാൽ ഈ ചെയ്ത പണി വൃത്തികേടായി മാറും. സാരി ഫോൾ തയ്ക്കുന്നത് സിമ്പിളാണെങ്കിലും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അപ്പോൾ ഇതുപോലെ ഇത് ഹെം ചെയ്ത് അവസാനിപ്പിക്കാനുണ്ട്. അപ്പോൾ ഈ ഹെം ചെയ്ത് അങ്ങനെ നേരെ ഈ അറ്റത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ മൂല ഇതുപോലെ കറക്റ്റായിട്ട് തുന്നി തിരിച്ച് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മെഷീൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഷീൻ്റെ ടേബിളിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക വളരെയധികം സുഖമായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ കട്ടിങ് ടേബിളിലായാലും പിൻകുത്തി വെച്ച് കഴിഞ്ഞാൽ ഇത് കയ്യിൽ പിടിച്ച് തുന്നരുത്. കയ്യിൽ പിടിച്ച് തുന്നി കഴിയുമ്പോൾ ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് സാരി ഫോള് ചുളിയും. അപ്പോൾ അതിന് ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഇങ്ങനെ മെഷീനിൽ എവിടെയെങ്കിലും ഇത് ഒന്ന് പിടിപ്പിച്ച് വെച്ചിട്ട് കറക്റ്റായിട്ട് തുന്നിയെടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ സാരി ഫോൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നും വളരെ ഈസിയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് വരാനുള്ള ഒരു കാര്യമില്ല. അപ്പോൾ നോക്കുക, കണ്ടില്ലേ, നമ്മൾ കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ടിരിക്കും. സാരിക്ക് ചുളിവ് വരാതെ നല്ല ഭംഗിയായിട്ട് നിങ്ങൾ എല്ലാവരും അറ്റാച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇനി സാരി ഫോള് തയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ശ്രമിക്കുക. അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.